ഗവർണർക്ക് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ് എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. 20ഓളം എസ്എഫ്ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. സൂരജ്, കേൾക്കാമോ? ഗവർണർക്ക് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരിക്കുകയാണ്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ് എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. 20ഓളം എസ്എഫ്ഐ പ്രവർത്തകർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സൂരജ് സജി ചേരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സൂരജ്, കേൾക്കാമോ? വിവരങ്ങൾ. ഇരിങ്ങാലക്കുടയിൽ ഇന്ന് ഗവർണർ രണ്ടാമത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന സമയത്താണ് ഈ എസ്എഫ്ഐ പ്രവർത്തകർ ഈ കരിങ്കൊടി കാണിക്കുന്നത്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് എസ്എഫ്ഐ പ്രവർത്തകർ ഈ ഗവർണറുടെ വാഹനത്തിന് സമീപത്ത് നിന്ന് കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ആ സമയം വാഹനത്തിന്റെ വേഗത കുറച്ച് ഗവർണർ അവിടെ വാഹനം നിർത്തുകയും ചെയ്തു. പിന്നാലെ ഗവർണർ അവിടെ നിന്ന് പോവുകയായിരുന്നു. ഇന്ന് ഏങ്ങണ്ടിയൂരിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ടതാണ്. 10ലധികം എസ്എഫ്ഐ പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിൽ ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിൽ എത്തിക്കൊണ്ടായിരുന്നു വലിയ രീതിയിൽ പ്രതിഷേധിച്ചത്. പിന്നെ പോലീസ് ഇടപെട്ട് ഈ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയായിരുന്നു. പക്ഷേ ഇരിങ്ങാലക്കുടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 40ഓളം വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് ഇരിങ്ങാലക്കുടയിൽ ഉണ്ടായി. പക്ഷേ പ്രതിഷേധക്കാർക്ക് ഗവർണർക്ക് അരികിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം രാവിലത്തെ പ്രതിഷേധമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷയായിരുന്നു ഈ പ്രദേശത്ത് ഒരുക്കിയിരുന്നത്. തുടർന്ന് ഗവർണർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എന്തായാലും വലിയ പ്രതിഷേധം അത് 2 ദിവസം ജില്ലയിൽ ഗവർണർ നടത്തിയ പര്യടനത്തിലുടനീളം കാണാനായി. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.